ഹലോ, അപ്പം എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ശിവാക്ഷും കൂടി പല്ല് ഡോക്ടറെ കാണാൻ പോവാണ്. എനിക്കല്ല, ശിവാക്ഷിനെ കാണിക്കാനാണ്. അപ്പോൾ അതേ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. 10 മണിക്കാണ് ബസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. ഇനി ലേറ്റ് ആവണ്ടാച്ച് കുറച്ച് നേരത്തെ എത്തി. അത് തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അതേ ബസ് വന്നു. അവനാണെങ്കിൽ ബസ്സിൽ പോകാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് തോന്നുന്നു എല്ലാ പിള്ളേർക്കും ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും പോകാനായിട്ട്. യാത്ര ചെയ്യാൻ പൊതുവേ നല്ല ഇഷ്ടമായിരിക്കും. ബസ്സിൽ കുറച്ചും കൂടി ഇഷ്ടമായിരിക്കും തോന്നുന്നു. അങ്ങനെ ഇത് ഞങ്ങളുടെ അവിടെയുള്ള ഹരിതാപ്പാണ്. മറ്റേ ഓം ശാന്തി ഓശാനിൽ പറഞ്ഞ പോലെ നീ തന്നെ അങ്ങോട്ട് ഇരുന്ന് ഹരിതപിച്ചാൽ മതി പറഞ്ഞ പോലെ ആ പച്ചപ്പ് കാണുമ്പോൾ നമുക്കൊന്ന് വീഡിയോ എടുക്കാൻ തോന്നും. രണ്ട് സൈഡിലും വെള്ളവും ഈ പച്ചപ്പും മരങ്ങളും. ഈ ഏരിയ ശരിക്കും നമുക്ക് ഒരു ഫോട്ടോഷൂട്ടിനും എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണ്. ഒരുപാട് പേര് ഇവിടെ ഫോട്ടോഷൂട്ടിന് വരാറുമുണ്ട്. അങ്ങനെ അപ്പോൾ അവൻ്റെ ഫ്രണ്ടിൽ തന്നെ കയറിയിരിക്കുകയാണ് കാഴ്ചകൾ കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ബസ് ഇറങ്ങി നമ്മൾ മാപ്രാണത്തുള്ള ക്ലിനിക്കിലേക്കാണ് പോണത്. അപ്പോൾ ശിവാക്ഷിന് ചെറുതിലെ അതായത് കുഞ്ഞി പല്ല് വന്നിരുന്ന സമയത്ത് ഈ അയ്യേണ്ട മരുന്ന് കൊടുത്തപ്പോൾ നമ്മൾ ആ സമയത്തൊന്ന് വെറുതെ കൈ കൊണ്ടല്ലേ പല്ല് തേപ്പിക്കുള്ളൂ, ബ്രഷൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ആ കറ പറ്റി പിടിച്ചായിരുന്നു. അപ്പോൾ ആ കറയമ്മ ഫുഡിൻ്റെ ഇതിരുന്ന് ചിലപ്പോൾ പല്ല് കേടാവാം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത് കാരണം 6 മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്നൊരു ചെക്കപ്പ് ഉണ്ട്. ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിക്കുക, അവർ നോക്കി പറയും. അങ്ങനെ നമ്മൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് എത്തി. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിലോ നമ്മൾ കറക്റ്റായിട്ട്, ഇല്ലെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ടാണ് പോവാറ്. ഇന്ന് നമ്മൾ കറക്റ്റ് വിളിച്ച് ചോദിക്കാണ്ട് പോയി. അപ്പോൾ ഡോക്ടർ ഉണ്ടായില്ല. അപ്പോൾ പകരം അവിടെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ നോക്കാമെന്ന് പറഞ്ഞു. കാരണം സാധാ ചെക്കപ്പാണല്ലോ, വേറെ ഒന്നും ചെയ്യാനുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ആൾ നോക്കാമെന്ന് പറഞ്ഞത് അവൻ നല്ല കുട്ടിയായിട്ട് അവൻ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ചെറുതിലായാലും അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ മുന്നേ പറഞ്ഞു വെക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെ പല്ല് നോക്കും, അപ്പോൾ കാട്ടി കൊടുക്കണം, നമ്മൾ മുന്നേ പറഞ്ഞു വെക്കണം. അങ്ങനെയാണെങ്കിൽ ആൾ നല്ല കുട്ടിയായിരിക്കും. അപ്പോൾ അവൻ്റെ സീറ്റിലൊക്കെ ഇരുന്ന് അവർ വായ തുറക്കാനൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ തുറന്നു. അപ്പോൾ ആളിങ്ങനെ ഓരോന്നൊക്കെ കണ്ണാടിയൊക്കെ വെച്ച് പല്ലിൻ്റെ ഉള്ളിൽ കേടുണ്ടോ, അതായത് അടിഭാഗം നമുക്ക് ശരിക്കും കാണില്ലല്ലോ. അപ്പോൾ താഴത്തെയൊക്കെ നല്ല രീതിയിൽ നോക്കി. അങ്ങനെ നമ്മൾ ബില്ലടയ്ക്കാനായിട്ടാണെങ്കിൽ എൻ്റെ കയ്യിൽ ചേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ 500-ൻ്റെ നോട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചേഞ്ച് വാങ്ങിക്കാനായിട്ട് താഴെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. നമ്മളവിടെ നിന്നാണ് എൻ്റെ പേസ്റ്റൊക്കെ വാങ്ങിക്കാറ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പേസ്റ്റും വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പോയി. അപ്പോൾ അവിടെ പേസ്റ്റ് കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിയില്ല. അങ്ങനെ ചേഞ്ച് വാങ്ങിയതേ ഞാൻ തിരിച്ച് വരികയാണ്. ഇന്നെന്തായാലും വെയിലില്ല, മഴക്കാലമായ കാരണം ഒരു ചെറിയ തണവും മാത്രം, ചൂടൊന്നുമില്ല. ഇല്ലെങ്കിൽ വിയർത്ത് ഇതായേനെ. അങ്ങനെ തിരിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് പോയ ബസ് തന്നെയാണ് തിരിച്ച് കിട്ടിയത്. ഈ റൂട്ടിലേക്ക് ബസ്സുകൾ കുറവ്, അതായത് ഞങ്ങളുടെ ആനന്ദപുരത്ത് നിന്ന് മാപ്രാണം റൂട്ടിലേക്ക് ബസ്സുകൾ എപ്പോഴും ഇല്ല, വളരെ കുറവാണ്. അപ്പോൾ അത് കാരണം തിരിച്ച് നമുക്ക് ആ ബസ് തന്നെയാണ് കിട്ടിയത്. ഉച്ച സമയം കണ്ടോ, ആരുമില്ല. ഞാനും ശിവാക്ഷും വേറെ ഫ്രണ്ടിൽ ഒരു ചേച്ചിയുണ്ട്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബസ് ഫുൾ കാലിയായിരുന്നു. അപ്പോൾ അവൻ പിന്നെ ഞങ്ങളുടെ വീടെത്താറായി. അപ്പോൾ അവിടെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബായ്.